അവനെ ആദ്യമത്തെ ദിവസമൊക്കെ കസ്റ്റഡി വെച്ചിരുന്നു. പിന്നീട് ഇപ്പം നിരീക്ഷണത്തിൽ വെളിയിൽ വിട്ടിരിക്കുകയാണ്. സാമ്പത്തിക ചൂഷണം നടത്തിയത് മേഘയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ട്രെയിനിങ് സമയത്ത് പരിചയപ്പെട്ട സുഗാന്ത് സുരേഷ്, എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ് എന്ന IB ഉദ്യോഗസ്ഥനാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശി മേഘ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഓഫീസർ. ഈ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ വാർത്താ ചാനലുകൾ വഴി അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്നാൽ ഇന്ന് ഈ ഒരു മേഘയുടെ അച്ഛൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മേഘയുടെ കൂടെ ജോലി ചെയ്തിരുന്ന മേഘയുടെ സുഹൃത്തെന്നോ അല്ലെങ്കിൽ മേഘയുടെ കാമുകനെന്നോ ഒക്കെ പറയാവുന്ന ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ അയാൾക്കെതിരെ കുറച്ച് തെളിവുകൾ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്നത് ഞാൻ കണ്ടു. ഓൾറെഡി അദ്ദേഹം ഇന്നലെ പോലീസുകാർക്ക് ആ തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ സംശയം, എന്തുകൊണ്ട് ആ അച്ഛൻ മാധ്യമങ്ങൾ വഴി നമ്മളോട് ഇത് പറയേണ്ട വന്നു? പോലീസുകാർക്ക് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞ് മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയേണ്ടതായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനെ നടന്നിട്ടില്ല. വേണ്ട, പോലീസുകാർ അന്വേഷിക്കട്ടെ. എന്നാൽ പോലും പോലീസുകാർക്ക് ആ തെളിവുകളൊക്കെ കിട്ടി. വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മേഘയെ ആ വ്യക്തി, ഈ കാമുകൻ അല്ലെങ്കിൽ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ആ വ്യക്തി നല്ല രീതിയിൽ മേഘയുടെ കയ്യിൽ നിന്ന് ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. പണം മേടിക്കുന്നുണ്ടായിരുന്നു, ലക്ഷങ്ങൾ. ഇതിന്റെയൊക്കെ ഒരു തെളിവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് പോലീസുകാർ ഇത്രയും നേരമായിട്ട് അത് പുറത്തു വിടാതിരിക്കുകയും അല്ലെങ്കിൽ പോലീസുകാർക്ക് ഈ ഒരു ടൈം കൊണ്ട് അയാളെ അറ്റ്ലീസ്റ്റ് കസ്റ്റഡിയിൽ എടുക്കാം. ഇതുവരെയായിട്ടും അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടെന്ന് അറിവ് വന്നിട്ടില്ല. ഇത്രയും സമയം അയാൾക്ക് കിട്ടുമ്പോൾ ഇപ്പൊ അച്ഛൻ മാധ്യമങ്ങൾ വഴി എല്ലാവരും ഇപ്പൊ അറിയുന്നുണ്ട് ഈ ഒരു കാര്യം. ആ വ്യക്തിക്ക്, ആ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ദ്രോഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അയാൾക്കൊരു ടൈം കിട്ടുകയാണ് ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചിരിക്കാനൊക്കെ ആയിട്ട്. എന്തിന് പോലീസുകാർ അങ്ങനെയുള്ള ഒരു സമയം അയാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു? ഇതാണ് എന്റെ ആദ്യത്തെ സംശയം. ഇനി നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ അച്ഛന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഒന്നാമത് ഈ ഒരു വിഷയം, ഈ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ നടന്ന അന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഡീറ്റെയിൽ വരട്ടെ എന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എനിക്കും അന്ന് തോന്നിയ ഒരു സംശയമാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി ട്രെയിനിന് മുമ്പിൽ ചാടുന്നത് കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് വരെ പറയുന്നുണ്ട് ആ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചാണ് ചാടിയത്. അതുപോലെ അവിടുത്തെ നാട്ടുകാർ, സാക്ഷികൾ പറയുന്നുണ്ട് പെൺകുട്ടി ഫോൺ സംസാരിച്ചു പോയാണ് ചാടിയത്. അപ്പൊ ആ ഫോൺ സംസാരിച്ചതെല്ലാം ഈ ഒരു സുഹൃത്തിനെയാണ് എന്ന് ഈ അച്ഛൻ ഇപ്പൊ പറയുന്നുണ്ട്. പോലീസുകാർക്ക് അത് പെട്ടെന്ന് തന്നെ തെളിയിക്കാം, കണ്ടുപിടിക്കാം എന്തായിരുന്നു ഇവരുടെയൊക്കെ സംഭവിച്ചത്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഈ പെൺകുട്ടിയെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയാണോ കാശ് മേടിച്ചത്? അത് സഹിക്കാൻ വയ്യായിട്ടാണോ ഈ പെൺകുട്ടി ട്രെയിനിന് മുമ്പിൽ ചാടിയത്? ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാം. താമസിക്കും തോറും ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതി ഇല്ലാതെയാകും. ഈ ഒരു പാവം അച്ഛന് കിട്ടേണ്ട നീതി ഇല്ലാതെയാകും. എന്തായാലും ആ പെൺകുട്ടിയുടെ അച്ഛന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സാമ്പത്തിക ചൂഷണം നടത്തിയത് മേഘയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ട്രെയിനിങ് സമയത്ത് പരിചയപ്പെട്ട സുഗാന്ത് സുരേഷ്, എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ് എന്ന IB ഉദ്യോഗസ്ഥനാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ മെയ്ക്ക് ശേഷം മുതൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, കുറച്ച് തിരിച്ചും കിട്ടുന്നുണ്ട്. ഏകദേശം 10-ാം മാസം വരെ അങ്ങനെ ചെറിയ എമൗണ്ടും 10-ന് ശേഷം ഫുൾ എമൗണ്ടും അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. ഇല്ല, നമ്മൾ നേരിട്ട് അവനുമായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇപ്പം ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. 3.5 ലക്ഷത്തിനടുത്ത് ഇപ്പോൾ പോയിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ UPI ട്രാൻസാക്ഷൻ വഴി പോയിട്ടുണ്ട്. ശരി, ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത്ര ഒരു ഇങ്ങനൊരു അടുപ്പം എന്നുള്ളത് നമ്മൾ വീട്ടിൽ അറിയുകയും അതിനുവേണ്ടി നമ്മൾ എന്തായിരുന്നു ഒരു തീരുമാനമെടുത്തത്? അത് സാധാരണ പോലെ തന്നെ അവരുടെ വീട്ടുകാർ ഇവിടെ വന്നിട്ട് നമ്മളൊരു പെണ്ണ് ചോദിക്കുക, അതാണല്ലോ നാട്ടുകടപ്പ്. അപ്പോൾ അങ്ങനെ വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരാൻ പറ്റില്ലെന്നാണ് മോള് പറയുന്നത്. മോളോട് ചിലപ്പോ ആ വ്യക്തി പറയുന്നതാവില്ലേ അച്ഛാ. അയാള് ചിലപ്പം ഈ പെൺകുട്ടി തന്നെ ചിലപ്പോ അവനോട് ലൈക്ക് ബോയ് ഫ്രണ്ട് ആണ് എന്നിപ്പോ ഏകദേശം നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു വ്യക്തിയോട് വീട്ടിൽ വന്ന് ആലോചിക്കൂ എന്ന് പറയുമ്പോൾ അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞത് മുടക്കുകയാണ്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പെൺകുട്ടിയെ കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലായിരിക്കും. ചിലപ്പോ നേരത്തെ തന്നെ അവന്റെ ആ ഒരു പെൺകുട്ടിയെ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഭീഷണിപ്പെടുത്തി കാണും. ചിലപ്പോൾ ആ ഒരു ഭീഷണി എന്തെങ്കിലും വീഡിയോസോ നമുക്കൊന്നും അറിയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ പെൺകുട്ടിയുടെ ഇരുന്ന് ഈ ഒരു പണം ഇത്രയും 3.5 ലക്ഷം രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, 3.5 ലക്ഷം രൂപ ഒന്നും രണ്ടും അല്ല. എന്തോരം പൈസ സാലറി കിട്ടുന്ന ഒരു പെൺകുട്ടിയാണത്. അതിൻ്റെ ഇത്രയും കാശ് അവൻ സംഹരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ ഓരോ പെൺകുട്ടികളോടാണ് പറയാനുള്ളത്,
ഒരു കാരണവശാലും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ നിങ്ങൾ പോയി വീഴരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നിങ്ങൾ പോയി വീഴും. പക്ഷെ വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്വന്തം ജീവനെ നിങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കരുത്. ഇവിടെ നിയമമുണ്ട്, നിങ്ങളുടെ വീട്ടുകാർ കാണും നിങ്ങളുടെ കൂടെ. ഒരിക്കലും ജീവൻ കളയുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ വീട്ടുകാരോട് പറയുക, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയുക. ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കുന്നവരെ പിടിച്ച് 2 പൊട്ടിരം കൊടുക്കണം ആദ്യമേ. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് നടക്കും. അതിനുശേഷം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. അപ്പൊ പിന്നെ അവരൊന്നും ഈ വീഡിയോ എടുത്ത് അങ്ങനെയാണെങ്കിൽ, ഞാനൊരു ചാൻസ് ആണ് പറയുന്നത്, കാരണം ഇല്ലെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? അത്രയ്ക്കും ഒരു ബോൾഡ് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു അത്. നമുക്ക് ബാക്കി കേൾക്കാം, കുറച്ചും കൂടെ നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് നമുക്കത് സംസാരിക്കാം. ഞാൻ ബാക്കി ഡീറ്റെയിൽ ചെയ്യാം. എന്നിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോവുക ചെയ്തു. IB നമ്മളോട് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഓൾറെഡി അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവനെ ആദ്യമത്തെ ദിവസമൊക്കെ കസ്റ്റഡി വെച്ചിരുന്നു. പിന്നീട് ഇപ്പം നിരീക്ഷണത്തിൽ വെളിയിൽ വിട്ടിരിക്കുകയാണ്. പുള്ളിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യമോ ഉള്ളതായിട്ടാണ് ഇപ്പോൾ IBയുടെ അന്വേഷണത്തിൽ അത് പല പെൺകുട്ടികളായിട്ട് ഇവന് ബന്ധമുള്ളതായിട്ടാണ് കൂട്ടുകാർ പറഞ്ഞതായിട്ടാണ് അറിവ്. എറണാകുളത്ത് ഇവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാർ പറഞ്ഞതായിട്ടാണ് അറിവ്. ഞാൻ പറഞ്ഞല്ലോ, അവനെ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെൺകുട്ടി അവൻ കല്യാണം കഴിക്കുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അവൻ്റെ കൂടെ പോയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അവൻ വീഡിയോയോ ഫോട്ടോ അങ്ങനെയൊന്നും ചെയ്ത് കാണത്തില്ല. ചിലപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ പുറകെ അവൾ പോയി കാണും. ചിലപ്പം ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇതുപോലെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നത് ഇപ്പൊ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾക്കൊക്കെ അറിയാം. അവരൊക്കെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരോട്, ഈ ഒരു അച്ഛനോടൊക്കെ. അവന് പല ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് ചോദിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വേറൊരു രീതിയിലും ആ പെൺകുട്ടിയെ യൂസ് ചെയ്ത് കാണില്ല. പക്ഷെ എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് അവന് ഈ ഒരു പെൺകുട്ടിയോട് മാത്രമല്ല വേറെ പല ആൾക്കാരോടും ഉണ്ട് എന്ന് ആ പെൺകുട്ടി അറിഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക വല്ലതും ചെയ്ത് കാണും. അപ്പൊ അവന് താല്പര്യമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു കാണും. ഒരു പാവം പെൺകുട്ടിയായിരിക്കും അത്, അവക്കത് സഹിക്കാൻ പറ്റി കാണില്ല. മാത്രമല്ല ഈ ഒരു പെൺകുട്ടി ഈ ഒരു ട്രെയിനിന് മുമ്പിൽ ചാടുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇവനോടാണ് സംസാരിച്ചത് എന്നൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ചിലപ്പോ മെന്റലി ആ കുട്ടിയെ അത്രയും വീക്കാക്കി കളഞ്ഞു കാണും അവൻ. ബാക്കി കാണും. പോലീസ് അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ ഫോറൻസിക് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് പറയാൻ സാധിക്കൂ എന്നാണ് അവർ പറയുന്നത്. അത് ഇന്നലെയാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. പേട്ട CIക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് 24 മെയ് മാസം മുതലാണ് ചെറിയ എമൗണ്ടുകൾ കൊടുത്ത് ഒക്ടോബർ മുതൽ ഫുൾ എമൗണ്ട് കൊടുത്തത്. തിരിച്ചു വരുന്ന 1000, 1500, 500 അങ്ങനെ അവർക്ക് ചെലവിന് കൊടുക്കുന്ന പോലില്ലേ. നമ്മൾ പൈസ എല്ലാം കൂടെ മേടിച്ചു വെച്ചിട്ട് കുറച്ച് ചെലവിന് അത്യാവശ്യം കൊടുക്കുന്ന പോലെ ഉള്ള പൈസയാണ് കൊടുത്ത് കാണുന്നത്. അവൻ ആരാണ് ആ പെൺകുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ? ആ പെൺകുട്ടിക്ക് കിട്ടുന്ന സാലറി മൊത്തം അവൻ മേടിച്ചെടുക്കും. ആദ്യമൊക്കെ ചെറിയ എമൗണ്ട്, അതിനുശേഷം അവസാനമൊക്കെ ആയപ്പോ ഫുൾ എമൗണ്ട് ആ പെൺകുട്ടിയുടെ അങ്ങ് മേടിക്കും. എന്നിട്ട് അവക്ക് എന്തോ പിച്ച കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നു. എനിക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടൊരു സംശയം തോന്നിയത്. അതായത് ഒന്നെങ്കിൽ ആ പെൺകുട്ടി അത്ര ഒരു പാവം അവന്റെ വലയിൽ പെട്ടുപോയി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ പെൺകുട്ടി അവൻ വേറെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ പറഞ്ഞ് ചിലപ്പം അത് എല്ലാ ഉപയോഗവും കഴിഞ്ഞിട്ട് അവൻ ചിലപ്പം അവളെ കെട്ടാതെ അവളെ ഇട്ടിട്ട് പോകുമെന്നുള്ളൊരു പേടി വന്നു കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവന് ചോദിക്കുന്ന പൈസയാണെങ്കിലും എല്ലാ കുട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. മക്കളെ, ഇങ്ങനെയുള്ളതിനകത്തൊന്നും പോയി ചാടാതിരിക്കുക. ചാടിയാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളായിട്ട് ഒരുപാട് ഡിപ്രഷനിലേക്കൊന്നും പോയി, നിങ്ങളുടെ വീട്ടുകാർ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കൂടെ കാണും. മനസ്സിലായില്ലേ? അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതുപോലുള്ളവനെയൊക്കെ പോലീസുകാരോടാണ്. അത് ആ വ്യക്തി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ അച്ഛൻ. അദ്ദേഹം ഇന്നലെ, ഈ ഒരു വാർത്ത ഇന്നാണ് വരുന്നത്, ഇന്നലെ തന്നെ പോലീസുകാർക്കെല്ലാം മെയിൽ ചെയ്തു. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റും എല്ലാം അവൻ്റെ അതിനകത്തോട്ട് പോയത്. പോലീസുകാർക്ക് അതൊക്കെ പോരെ അവനെ പോയി കസ്റ്റഡിയിൽ എടുക്കാൻ? അറ്റ്ലീസ്റ്റ് കസ്റ്റഡി എടുത്തൂടെ അവന്റെ? എന്നിട്ട് ഫോണും കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ ഇപ്പൊ ഫോറൻസിക് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനുമായിട്ടാണോ ലാസ്റ്റ് സംസാരിച്ചത് അവനുമായിട്ടാണ്. ഫോൺ കോൾസ് ലൈക്ക് നോർമൽ കോളിൽ 3-4 സെക്കൻഡ്, ചിലപ്പോൾ 3-4 സെക്കൻഡേ ഉള്ളൂ. ചിലപ്പോൾ അതിനുശേഷം അവർ വാട്സപ്പിലൊക്കെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മെല്ലെ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ വരട്ടെ. പക്ഷെ ഇവൻ ഇത്രയും കാശ് ആ പെൺകുട്ടിയുടെ എന്തിനു മേടിച്ചു? എന്നിട്ട് മാസം കുറച്ച് വെച്ച് ഇതൊക്കെ പോരെ പോലീസുകാർ ചേട്ടന്മാരെ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇത്രയൊക്കെ കിട്ടിയിട്ടും അവനെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ താമസിക്കുന്നത് കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതിപ്പോ എല്ലാവരും അറിഞ്ഞു, അവനും അറിഞ്ഞു കാണും ഇങ്ങനെയൊക്കെ പൈസ മേടിച്ചൊക്കെ പോലീസുകാരുടെ എത്തി. അവന് ഇത്ര നിമിഷം പോരെ അവൻ എവിടെ എങ്ങോട്ടെങ്കിലും മുങ്ങി പോകാനൊക്കെ? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ.
എൻ്റെ ഒരു സംശയമാണത്. നമുക്ക് ബാക്കി കേൾക്കാം. ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്ന് അവർ സഞ്ചയനത്തിന് വന്ന അവരാണ് പറഞ്ഞത്, അവൾ ശമ്പളം കിട്ടിയിട്ട് അത്രയും പൈസ ഉണ്ടായിട്ടും ഇത് ഭക്ഷണത്തിന് പൈസ ഇല്ല എന്നാണ് അവരോട് പറഞ്ഞത്. അതായത് ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് കൈ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരുന്നില്ല. പലരും അവർക്ക് ചോറ് പാത്രത്തിൽ കെട്ടി കൊണ്ടു കൊടുത്തായിട്ട് പറഞ്ഞു. രാവിലെ അമ്മയെ വിളിച്ചപ്പോൾ 7 മണി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ പോവാണെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പിന്നീട് ഈ റെയിൽവേ ട്രാക്കുള്ള ഒരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുകയാണ് ചെയ്തത്. ആ വന്ന ഫോൺ അല്ലെങ്കിൽ ഫോൺ സംസാരിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് ചാടിയെന്ന് ലോക്കോ പൈലറ്റും മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചിരുന്നത് ഇയാളാണെന്ന് കരുതുന്നുണ്ടോ? അതെ, സംസാരിച്ച ഇയാളാണെന്ന് അവർ പോലീസുകാർ അത് ഫോൺ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു. അതായത് ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സുശാന്ത് സുരേഷിനോടായി. ആ ഫുള്ളല്ല, ഒരു 3-4 സെക്കൻഡ് നേരം വിളിച്ചിട്ടുള്ളൂ സാറിന് ഫോൺ. അത് സുശാന്ത് സുരേഷാണ്. വാട്സപ്പ് കോളോ നെറ്റ് ഫോണോ അത് പരിശോധനയിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏകദേശം 1 ലക്ഷം രൂപയെടുത്ത് സാലറി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ മരിക്കുമ്പോഴത്തേക്ക് വെറും 80 രൂപയായിരുന്നു. നിങ്ങൾ ആലോചിച്ചോണം, 80 രൂപയായിരുന്നു ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവളുടെ അച്ഛൻ ഒരു കാറൊക്കെ, അത് ഞാനിവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഒരു കാറും ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക്. ആ കാറ് പോലും ഈ പെൺകുട്ടിയുടെ അല്ലായിരുന്നു, അത് മറ്റവൻ്റെ കയ്യിലായിരുന്നു. അവനകത്തെ കിടന്ന് കറക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തിനാ പെൺകുട്ടി അതൊക്കെ അവന് കൊടുത്തു? എന്തിന്? അല്ലെങ്കിൽ ഇത്രയും പൈസ കഴിക്കാൻ പോലും, നിങ്ങൾ കേട്ടില്ലേ, കഴിക്കാൻ പോലും അതിൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. പല ദിവസങ്ങളും അത് ഉച്ചയ്ക്ക് കഴിക്കുന്നില്ലായിരുന്നു. കൂട്ടുകാർ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുമ്പോഴായിരുന്നു അവൾ കഴിച്ചുകൊണ്ടിരുന്നത്, അവർക്കും കൊണ്ട് കൊടുക്കും. ആ ഒരു അവസ്ഥയായിരുന്നു ഒരു IB ഓഫീസറിന്റെ. ഒന്ന് ആലോചിച്ചോണം. ഇതുപോലുള്ള ചില പരനാറികൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് മര്യാദക്കുള്ളവർക്ക് പോലും ഇവിടെ പെണ്ണ് കിട്ടാത്തത്. ഉള്ള കാര്യം ഞാൻ പറയാലോ, അത് തന്നെയാണ്. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. അവർക്ക് പെണ്ണ് കിട്ടാത്തത് ഇതുപോലുള്ള, അല്ലെങ്കിൽ അവർക്ക് പെണ്ണിനെ കിട്ടാത്തത് ഇതുപോലുള്ള തെറ്റുകൾ കാരണമാണ്. എങ്ങനെ പേടിച്ചിട്ടൊന്നും ഇപ്പം പെൺകുട്ടികൾ ഒരുത്തൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും പേടിയായിരിക്കും കുറെ പെൺകുട്ടികൾക്ക്. കാരണം ഇതുപോലുള്ള വാർത്തകളല്ലേ കാണുന്നത്. ഈ വരുന്നവന്മാർ ചിലപ്പം ഈ കീറിയ ജീൻസും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന പെൺകുട്ടികൾ വിചാരിക്കും ഇവന്മാർ ഏറ്റവും വലിയ ഫ്രോഡുകളാണെന്ന്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരാ കുറച്ചുകൂടെ പാവങ്ങൾ. ഈ ഇതേ IB ഓഫീസർ ആ കുട്ടികളോടെ വർക്ക് ചെയ്യുന്ന മറ്റേ നീറ്റായിട്ട് ക്ലീൻ ഷേവും ഒക്കെ അടിച്ച് നല്ല വൃത്തിക്ക് നടക്കുന്നവനൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കഴിവേറി. അങ്ങനെ തന്നെ വേണം പറയാൻ. ക്ഷമിക്കുക നിങ്ങൾ എന്നോട്, അങ്ങനെ തന്നെ വേണം പറയാൻ. ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച്, ആ പെൺകുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവനാ, അവനും കാണില്ലേ അത്യാവശ്യം സാലറി? എന്നിട്ട് എന്തിനാ പെങ്കൊച്ചിൻ്റെന്ന് മേടിച്ചു? ആ പെങ്കൊച്ചിനെ പറ്റിച്ച് വേറെ കൂടെ ഉള്ളവരുടെ വേറെയും ആൾക്കാരുമായിട്ട് റിലേഷൻ. എന്നാൽ റിലേഷൻ ആയിക്കോട്ടെ, വിട്ടുപോയി. എന്തിനാ നീ ആ പെങ്കൊച്ചിൻ്റെ കാശ് മേടിച്ചതിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്? അതാണ് എന്റെ ചോദ്യം. ഹരാസ് ചെയ്യുക മാക്സിമം. ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് പിടിച്ച് അകത്തിടണം. വീണ്ടും ഇപ്പൊ IBക്കൊക്കെ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവരിവനെ ഒരു ദിവസം കസ്റ്റഡി എടുത്തു, പിന്നെ അവനെ പറഞ്ഞു വിട്ടു. എന്താ ഇവിടെ നടക്കുന്നത്? ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അവൻ കാശ് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചതിനുള്ള എല്ലാ തെളിവും ഉണ്ട്. ഇനി ഒന്ന് നോക്കി അവന്റെ ലാപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇനി അതിനെ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ അവൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ അവനെയൊക്കെ പിടിച്ച് എത്രയും പെട്ടെന്ന് അകത്തിട്ട് പൂട്ടിയില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ചെറ്റത്തരം ഇവിടെ നടക്കും. കാരണം ഇവനൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഇനി വേറൊരുത്തം വന്നത് ചെയ്താലും അവനൊക്കെ ഇറങ്ങി നടക്കും എന്നുള്ള വിശ്വാസം. മനസ്സിലായില്ലേ? വിശ്വാസം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം പോയി. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവന്മാര് പോലും തേരാപ്പാര നടപ്പുണ്ട് ഇവിടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വാർത്തയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.